എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ നേടേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്, അതുപോലെ യൂണിവേഴ്സിറ്റി ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് മുതൽ അഡ്മിഷൻ എടുക്കുന്നത് വരെ എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ cap.mgu.ac.in/ugcap 2025/ എന്നുള്ള ആ ഒരു ലിങ്ക് മുഖേന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ലൈൻസ് കാണാം. അത് മെനു ബാറാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് എത്തിയ ശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാം ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ ചൂസ് എനിവൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും, SMS ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെറ്റ് മൈ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വെരിഫൈ ദാറ്റ് യു ആർ ഹ്യൂമൺ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാത്തമാറ്റിക്സ് ഇക്വേഷൻ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ആൻസർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം വരും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സോറി എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഒരു ജൂൺ 20-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പറയാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ 3ാമത്തെയോ 4ാമത്തെയോ ഒക്കെ ആണെങ്കിൽ, അതായത് 1ാമത്തെ ഓപ്ഷൻ ഒഴികെ ഏത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതുമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ അതുപോലെ ഫീ പേയ്മെൻറ്റ് എന്നിവ പറയാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ് എന്നിവയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അതിന് താഴെയായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു പ്രൊഫൈലിലാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം എത്തുന്ന ആ ഒരു പ്രൊഫൈലിലാണ് കാണാൻ പറ്റുക. ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു രീതിയിൽ ഒരു ലിങ്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടക്കാനായിട്ടുണ്ട്. അപ്പോൾ 1575 രൂപയാണ് നിങ്ങൾ ഫീസ് വരിക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1575, നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ SC/ST ആണെങ്കിൽ 50 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1575 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കണം. അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI മുഖേനയോ ഒക്കെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമുള്ള പേജിൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളോട് അവിടെ ആ ഒരു പ്രൊഫൈൽ പേജ് വഴി കൃത്യമായിട്ട് അത് ചോദിക്കും.
അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ചോദിക്കും, അതായത് അതിൽ ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണോ എടുക്കുന്നത് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കേണ്ടത്. അപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ടെമ്പററി എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ പെർമനൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സൗകര്യം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ തന്നെ അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ടെമ്പററി ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ പെർമനൻ്റ് ആണോ എടുക്കുന്നത് എന്നുള്ള സൗകര്യം അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് സംബന്ധിച്ചുള്ള ഓപ്ഷൻ അതിൽ തന്നെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ടെമ്പററി ആണ് എടുക്കുന്നതെങ്കിൽ ടെമ്പററി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പെർമനൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിക്കുക, അതായത് കോൺടാക്റ്റ് ചെയ്യുക. ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു കോളേജിൻ്റെ നമ്പർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ പറയുക എനിക്ക് ഇന്ന ഓപ്ഷനാണ്, അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല വേറെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയതാണെങ്കിലാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു ടെമ്പററി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ആ ഒരു കോളേജിൽ വിളിച്ചിട്ട് പറയുക ഇന്ന കോഴ്സിന് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാനിവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടുന്നത്, അപ്പോൾ എൻ്റെ അഡ്മിഷൻ കൺഫേം ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അവരുടെ, അതായത് ആ ഒരു കോളേജിൻ്റെ ഒന്നുകിൽ ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മെയിലിലായിരിക്കും, അത് ഇമെയിൽ ID യിലേക്ക് അയച്ചു തരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് അയച്ചു കൊടുക്കുക. അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ടെമ്പററി ആയിട്ട് കൺഫേം ചെയ്യും. അപ്പോൾ ടെമ്പററി ആയിട്ട് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ്റെ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾ ഇന്ന കോളേജിൽ ടെമ്പററി ആയിട്ട് ഇന്ന ദിവസം അഡ്മിഷൻ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് പോയിട്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ എടുത്ത് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതേ രീതിയിൽ വിളിച്ചിട്ട് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു കോളേജിൻ്റെ കൺഫർമേഷൻ റിപ്പോർട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് ആവശ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻ്റ് ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻസും അതുപോലെ തന്നെ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ടത്. നിങ്ങളിപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ അടക്കുന്ന ഫീസ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസാണ്. എന്നാൽ നിങ്ങൾ കോളേജിൽ അടക്കുന്നത് കോളേജിൻ്റെ കോഴ്സ് ഫീസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഫീസ് എടുത്തിട്ട് കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് ഈ ഒരു ജൂൺ 19-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഫീസ് ചോദിക്കാനായിട്ട് പറയാൻ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയുള്ള കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് ഫീസ് ഉണ്ടാകും. ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ എന്നിങ്ങനെ വിവിധ കോളേജുകളിൽ കോഴ്സുകൾക്ക് വിവിധ ഫീസായിരിക്കും. എയ്ഡഡ് തന്നെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം 20,000 അങ്ങനെയൊക്കെ ഫീസ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സ് അനുസരിച്ചുകൊണ്ടാണ്. കോഴ്സ് മാറ്റമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസ് കുറവായിരിക്കും. ഒരു 16,000 15,000 അങ്ങനെയൊക്കെ ആയിരിക്കും ഫീസ് വരിക. അതുപോലെ തന്നെ അവിടുത്തെ PTA ഫണ്ട്, അതുപോലെ വിവിധ ഫീസുകൾ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കോളേജിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലോ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. ഇനി ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലെ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡ്മിഷൻ നേടിയ ശേഷം ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. അത് ഭാവിയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പറോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേർക്ക് അത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അടുത്തത് TC സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റാണ്. ഒന്നിലധികം +2 ജയിച്ചിട്ട്, അതായത് ഒന്നിലധികം പരീക്ഷയിൽ +2 ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ജയിച്ച എല്ലാ ആ ഒരു സർട്ടിഫിക്കറ്റുകളും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇക്വലൻ്റ് ആണ് സെലക്ട് ചെയ്ത് ഇക്വലൻ്റ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു MG കോളേജിൽ നിന്നും, അതായത് MG കോളേജിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം അഡ്മിഷൻ സമയത്ത്. അതുപോലെ കേരളത്തിന് പുറത്ത് പഠിച്ചവരാണെങ്കിൽ മാത്രം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് CBSE ICSE പോലുള്ള ഇതാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള SC BC അതുപോലെ ബാക്കിയുള്ള വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി തെളിയിക്കാനായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അടുത്തത് EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വല്ല ബോണസോ അല്ലെങ്കിൽ വെയിറ്റേജോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്, നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ഹയർ ഓപ്ഷനുകൾ ഇനി വേണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതും 10ാമത്തെ ഓപ്ഷനിൽ ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ടെമ്പററി അഡ്മിഷൻ നേടാം. 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകൾ എന്തെങ്കിലും ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അല്ലെങ്കിൽ ഓപ്ഷൻ ഏതെങ്കിലും വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ജൂൺ 20-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടുകയാണെങ്കിലും അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾക്ക് കോളേജിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക്, അതായത് കോളേജ് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കോളേജിൽ നിന്നും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ആ ഒരു സീറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് കൺഫേം ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് കൺഫേം ചെയ്യാം. അതായത് നേരിട്ട് പോവുകയാണെങ്കിൽ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ആ ഒരു കോളേജിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരും. പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ മാത്രമാണ് ഫീസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും കോളേജിൽ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണോ അഡ്മിഷൻ എടുക്കുന്നതെന്നുള്ള കാര്യം അത് സെലക്ട് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ കൺഫേം ചെയ്യാനായിട്ട് പറയുകയും കോളേജ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒരു പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.